കോംപ്ലക്സ് നമ്പേഴ്സ് എങ്ങനെ വന്നു എന്ന് പറഞ്ഞു. ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ b² - 4ac നെഗറ്റീവ് വരുമ്പോഴാണ്. അപ്പോൾ നെഗറ്റീവ് റൂട്ട് എടുക്കാൻ നമുക്ക് ഇത്ര നാളും അറിയത്തില്ല. അപ്പോൾ ആ ഒരു സംഗതിയിൽ നിന്നാണ് ഒരു ഇമാജിനറി നമ്പറായ i വന്നത്. അപ്പോൾ അത് വെച്ച് നമുക്ക് കോംപ്ലക്സ് നമ്പറും കിട്ടിയത്. അപ്പം കോംപ്ലക്സ് നമ്പർ a+ib ഫോം, എയും ബിയും റിയൽ നമ്പേഴ്സ്, i എന്ന് പറഞ്ഞൊരു ഇമാജിനറി നമ്പർ √(-1). അത്രയും കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഐയുടെ പവേഴ്സ് എങ്ങനെ വരുന്നു, i⁴n വരുമ്പോൾ 1, ബാക്കിയൊക്കെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്താണ്. പിന്നെ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ അഡീഷനും പഠിച്ചു, സബ്ട്രാക്ഷനും പഠിച്ചു. അഡീഷൻ്റെ പ്രോപ്പർട്ടി, സബ്ട്രാക്ഷനും പഠിച്ചു. അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. വളരെ എളുപ്പമുള്ള സംഗതികളാണ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള, ഇനി ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷനുണ്ട്, ഡിവിഷനുണ്ട്, അങ്ങനെ 1-2 കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ അതും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. വളരെ സിമ്പിളാണ് മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ സാധാരണ നേരത്തെ ചെയ്ത കാര്യങ്ങൾ തന്നെ. 2 കോംപ്ലക്സ് നമ്പേഴ്സ് z1 = a+ib, z2 = c+id. ഈ 2 കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ എടുത്തു. ഈ 2 കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ. പ്രോഡക്റ്റ് z1 × z2. z1 × z2 = z1 എന്ന് പറഞ്ഞാൽ a+ib, ബ്രാക്കറ്റിൽ എഴുതണം. പ്രോഡക്റ്റ് വരുമ്പോൾ ബ്രാക്കറ്റ് എഴുതണേ. ഇൻറ്റു z2 എന്ന് പറയുമ്പോൾ c+id. നമ്മൾ സാധാരണ എക്സ്പാൻഡ് ചെയ്യുന്നില്ല, a+b × c+d. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന a+b × c+d, ac + ad + bc + bd. അത് തന്നെ. അതിനെ നേരിട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ആദ്യം a വെച്ച് ഇതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നെ ib വെച്ച് ഇതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് ആ സ്റ്റെപ്പായിട്ട് അങ്ങ് എഴുതുകയാണെങ്കിൽ തെറ്റാൻ സാധ്യത കുറയും. നിങ്ങൾ ആ ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈ a വെച്ച് ഇതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നല്ലേ, അതങ്ങ് എഴുതുന്നു. a × c+id കംപ്ലീറ്റ് a വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എയുടെ തീർന്നു. a വെച്ച് ഇതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് അടുത്ത സ്റ്റെപ്പിൽ ഇടാം. പിന്നെ ഇനി +ib വെച്ചും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. +ib വെച്ചും കൂടെ c+id മൾട്ടിപ്ലൈ ചെയ്തു. നമ്മൾ നേരിട്ടായിരുന്നു എഴുതിക്കൊണ്ട് a × c + a × id, പിന്നെ b വെച്ച് ib + c, ib × c + ib × id. അതായിരുന്നു അത് നിങ്ങൾ നേരിട്ട് എഴുതുമ്പോൾ പ്ലസും മൈനസും ഒക്കെ തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പും കൂടെ അങ്ങ് എഴുതുകയാണെങ്കിൽ തെറ്റാൻ സാധ്യതകൾ കുറയും. അതായത് ഈ a വെച്ച് c+id കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. +ib വെച്ച് അടുത്ത +ib ആണെങ്കിൽ +ib എഴുതുക, -ib ആണെങ്കിൽ -ib ഇവിടെ എഴുതുക. അത് വെച്ച് c+id കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു a വെച്ച് മൾട്ടിപ്ലൈ a × c + a × id. i നമുക്ക് ആദ്യം എഴുതാം, i × ad. i ആദ്യം എഴുതിയതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് എഴുതുന്നത് a × c, ac, a × id. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒറ്റ സ്റ്റെപ്പിന് ഇടയ്ക്കൊരു സ്റ്റെപ്പ് കൂടെ എഴുതുള്ളൂ. ഇടയ്ക്കൊരു സ്റ്റെപ്പ് എഴുതുന്നതുകൊണ്ട് ഒരു നഷ്ടമില്ല. സമയം ലാഭമൊക്കെ സമയം നഷ്ടമാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഒരു സമയം നഷ്ടമില്ല. അതാകുമ്പോൾ ഒന്നും കൂടെ പെട്ടെന്ന് ആൻസർ ഇച്ചിരി ക്ലിയർ ആവും, തെറ്റാതിരിക്കും. ഈ സ്റ്റെപ്പ് എഴുതുന്നതാണ് നല്ലത്. ഇനി നമ്മൾ ib വെച്ച്, കാരണം ഈ i 2 പ്രാവശ്യമൊക്കെ വരുമ്പോൾ അത് എഴുതിയിട്ട് ചെയ്യുകയാണെങ്കിൽ തെറ്റാൻ സാധ്യതകൾ കുറയും. ഇനി ib × c, i × bc +ib × id. ib × id എന്ന് പറയുമ്പോൾ iയുടെ സ്ക്വയർ വരും, i² × bd. ib × id വരുമ്പോൾ i 2 പ്രാവശ്യം i² × d യും d യും i² × bd. ഇനി നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ac റിയൽ ആണ്, iad ibc ഉണ്ട്. വേണേൽ i അവിടെ കോമൺ എടുക്കാം, i × ad + bc എന്ന് എഴുതാം. i ഉള്ള രണ്ടും കൂടെ ഒരുമിച്ച് എഴുതി, iad യും ibc കൂടെ ഒരുമിച്ച് i × ad + bc എന്ന് എഴുതി. i² വാല്യൂ നമുക്കറിയാമല്ലോ, i² എന്ന് വെച്ചാൽ -1 ആണ്. അപ്പോൾ ഇവിടെ -1 × bd എന്ന് എഴുതി. -1 × bd. ഈ പ്ലസും മൈനസും നടുക്ക് നമുക്ക് മൈനസ് എഴുതാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ac + i × ad + bc - bd. കേട്ടോ, ഇവിടെ രണ്ടും i ഇല്ല, ഇത് രണ്ടും റിയലാ. റിയൽ ഒരുമിച്ച് ഇടാം, ac - bd. അതൊരുമിച്ച് റിയൽ പാർട്ട് അത് വരും. +i × ad + bc, ഇത് വരും ഇമാജിനറി പാർട്ട്. ഇങ്ങനെ പ്രോഡക്റ്റ് എടുക്കുന്ന പുതിയ കാര്യം ഒന്നുമല്ല, നിങ്ങൾ നേരത്തെ പഠിച്ച എക്സ്പാൻഷൻ മാത്രം. ഇടയ്ക്ക് ചിലടത്ത് i യും i² ഒക്കെ വരുന്നേ ഉള്ളൂ, വേറെ ഒരു മാറ്റവും ഇല്ല. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ച എക്സ്പാൻഷൻ മാത്രമേ ഉള്ളൂ. a + b × c + d. അത് ചുമ്മാ എക്സ്പാൻഡ് ചെയ്യുക, i² വരുന്നിടത്ത് -1 കൊടുക്കുക, വേറെ ഒന്നുമില്ല. വളരെ സിമ്പിളാണ്. മനസ്സിലായാലും ചുമ്മാ എക്സ്പാൻഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും. റിയൽ ഒരുമിച്ച് എഴുതുക, ഇമാജിനറി ഒരുമിച്ച് എഴുതുക. ഇങ്ങനെയാണ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആയല്ലോ? നിങ്ങൾക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. 2 - 3i × 4 + 2i. അതായത് 2 - 3i, z1 എന്ന് പറഞ്ഞാൽ 2 - 3i വരും, z2 എന്ന് പറയുന്നത് 4 + 2i വരും. 4 + 2i. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. അതായത് 2 - 3i × 4 + 2i.
നമ്പേഴ്സ് ആകുമ്പോൾ കുറച്ചുകൂടെ ചെയ്യാൻ എളുപ്പമുണ്ട്. നമ്മളിത് എക്സ്പാൻഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യം 2 വെച്ച് ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതങ്ങ് എഴുതി വെക്കുക. 2 × 4 + 2i. 2 വെച്ച് ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി -3i വെച്ച. അപ്പം -3i സൈൻ ഒക്കെ വളരെ ശ്രദ്ധിച്ചോണേ. -3i × 4 + 2i. അത് എക്സ്പാൻഡ് ചെയ്യാം നമുക്ക്. 2 × 4 8. 2 × 2i 4i + 4i. ഇനി -3i × 4 -3i × 4 വരുമ്പോൾ -4 × 3 12i വരും. ശ്രദ്ധിച്ചോണേ. -3i × +2i അപ്പോൾ മൈനസ് വരും. 3i × 2i വരും. 3 × 2 6 വരും. i സ്കോർ വരും. -6 × i² വരും. ഇനി i² -1 കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 8. ഇവിടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. +4i യും -12i +4i -12i +4ഉം -12ഉം വരും. ഡിഫറൻസ് എടുക്കുക. 8 -8 വരും. കാരണം വലുത് മൈനസ് അല്ലേ. -8i വരും. ഇനി -6 × i² വാല്യൂ -1 ആണ്. 6 × -1. അപ്പോൾ ഈ മൈനസ് ഇൻറ്റു മൈനസ് ഇത് പ്ലസ് ആയിക്കോളും. അപ്പോൾ 8 - 8i + 6 എന്ന് വരും. 8 + 6 നമുക്ക് ഒരുമിച്ച് എഴുതാം. ഈ 8ഉം + 6ഉം കൂടെ വരുമ്പോഴത്തേക്കും 14 വരും. -8i. ഇതാണ് ഇത് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് തിരിച്ചെഴുതാൻ പറഞ്ഞാൽ റിയൽ പാർട്ട് എന്ന് പറയുന്നത് 14ഉം വരും. ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് ഐയുടെ കൂടെ വരുന്നത്. ഐ ഇല്ലാതെയുള്ളതാണ് റിയൽ പാർട്ട്. അത് 14. ഐയുടെ കൂടെ വരുന്നതാണ് ഇമാജിനറി. -8 വരും. റിയൽ പാർട്ട് 14ഉം ഇമാജിനറി പാർട്ട് -8ഉം വരും. ക്ലിയർ ആയാലും ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ. വെറുതെ എക്സ്പാൻഡ് ചെയ്താൽ മതി. ടൈ സ്കോർ വരുന്നിടത്ത് മാത്രം -1 കൊടുക്കാം. വേറെ ഒന്നുമില്ല. ഇതെല്ലാവർക്കും ക്ലിയർ ആയില്ലേ? സംശയം ഉണ്ടോ? ഓക്കെ അല്ലേ? ഇനി ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മൾ അഡീഷൻ പഠിച്ചില്ലേ, കമ്മ്യൂട്ടേറ്റീവ് അസോസിയേറ്റീവ് എന്നൊക്കെ പഠിച്ചില്ലേ? എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ മൾട്ടിപ്ലിക്കേഷനും 3-4 പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിലൊന്നാമത്തേത് കമ്മ്യൂട്ടേറ്റീവ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതിയാൽ കുഴപ്പമൊന്നുമില്ല. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതായത് Z1 × Z2 എന്ന് പറഞ്ഞാൽ തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല. Z2 × Z1 ഏത് ആദ്യം എഴുതിയാലും ഒരേ ആൻസർ ആണ് കിട്ടുന്നത്. വേണേ ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കാം. Z1 എന്ന് പറഞ്ഞാൽ 2 + 3i. Z1 = 2 + 3i. Z2 എന്ന് പറയുന്നത് 3 + 4i. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. Z1 × Z2. Z1 × Z2 എന്ന് പറഞ്ഞാൽ 2 + 3i × 3 + 4i. ഇങ്ങനെ വരും. അത് എക്സ്പാൻഡ് ചെയ്യുക. ആദ്യം 2 വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. 2 × 3 + 4i. ഇനി പ്ലസ് അടുത്ത് 3i വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. 3i × 3 + 4i. ഇത് എക്സ്പാൻഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 3 6. 2 × +4i + 8i വരും. ഇനി +3i × 3 + 9i. ഇനി +3i × +4i. അപ്പം +12i² വരും. കണ്ടോ? ഇനി i² -1 കൊടുക്കുക. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു 6 + 8i + 9i. 8ഉം 9ഉം 8i + 9i നിന്ന് 17i വരും. 17i + 12 × -1. i² എന്ന് വെച്ചാൽ -1 അല്ലേ. 12 × -1 എന്ന് പറയുമ്പോൾ -12 വരും. 6 + 17i -12 വരും. ഇനി 6ഉം -12ഉം കൂടെ ഒരുമിച്ച് എഴുതുക. 6 - 12 വരും -6 വരും. -6 + 17i. ഇതാണ് Z1 × Z2. തിരിച്ചു ഇതുപോലെ ചെയ്ത് നോക്കുക. Z2 × Z1. Z2 ആദ്യം എഴുതണമെന്നേ ഉള്ളൂ. 3 + 4i ആദ്യം എഴുതുന്നു. × 2 + 3i. എന്നിട്ട് നമ്മൾ ഇത് ചെയ്ത പോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യുന്നു. ആദ്യം 3 വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 × 2 + 3i. ഇനി അടുത്ത +4i വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. +4i × 2 + 3i. ഇനി എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 2 6. 3 × 3i + 9i. 4i × 2 8i. 4i × 3i + 12i². അതുപോലെ തന്നെ കിട്ടും. അതായത് 6 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 17i വരും. 12 × -1 -12 വരും. 6 - 12 -6 + 17i വരും. ഉണ്ടോ? ഇതും സെയിം ആണ്, ഇതും സെയിം ആണ്. അപ്പോൾ Z1 × Z2 = Z2 × Z1 നമുക്ക് എഴുതാം. അപ്പം അങ്ങനെ വേണം അത് ചെയ്യാൻ. ക്ലിയർ ആയാലും വെറുതെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വളരെ എളുപ്പമാണ്. ഇപ്പം മെട്രിക്സ് അല്ല കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ, കോംപ്ലക്സ് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. കോംപ്ലക്സ് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി. ഇതുപോലെ രണ്ടാമത്തെ പ്രോപ്പർട്ടി നമ്മൾ അഡീഷന് പറഞ്ഞത് തന്നെയാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പറയണേ 3 വേണം. Z1ഉം Z2ഉം Z3.
Z1 Z2 Z3 ബ്രാക്കറ്റ് മാറ്റിയിട്ടാൽ മതി. Z2 Z3 ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിനുശേഷം Z1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് അങ്ങനെ കിട്ടുന്നതും Z1 Z2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് Z3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും സെയിം ആണെന്നാണ് പറയുന്നത്. ഇത് വേണേൽ എക്സാമ്പിളിൽ കൂടി ചെയ്യാം. ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ള ഒരു സൈഡ് ചെയ്ത് കാണിക്കാവേ. Z1 എന്ന് പറയുന്നത് 1 + i Z2 എന്ന് പറയുന്നത് 2 - i Z3 എന്ന് പറയുന്നത് -3 + 2i. ഇങ്ങനെ എടുത്താൽ നമുക്ക് Z1 ഇൻറ്റു ലെഫ്റ്റ് സൈഡ് ആദ്യം കണ്ടുപിടിക്കാം. ലെഫ്റ്റ് സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം Z2 × Z3 ബ്രാക്കറ്റിൽ വേണം ആദ്യം സിംപ്ലിഫൈ ചെയ്യാൻ. അപ്പൊ നമുക്ക് ആദ്യം Z2 × Z3 കാണാം. Z2 എന്ന് പറഞ്ഞാൽ 2 - i ഇൻറ്റു Z3 എന്ന് പറഞ്ഞാൽ -3 + 2i ആണ്. അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം 2 വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 × -3 + 2i. അതിനുശേഷം -i വെച്ച് -3 + 2i നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. -3 + 2i നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി എക്സ്പാൻഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × -3 -6 2 × 2i + 4i. ഈ -i × -3 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും, + 3i വരും. -i × +2i -2i സ്ക്വയർ വരും. കണ്ടോ? ഇനി സിംപ്ലിഫൈ ചെയ്യാം. -6 + 4i + 3i + 7i വരും. -2 × -1 i യുടെ സ്ക്വയർ -1 ആണല്ലോ. അപ്പോൾ അതിനെ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു -6 + 7i + 2 എന്ന് വരും. -6 + 2 എന്ന് പറയുമ്പോൾ -4 വരും. -4 + 7i വരും. -4 + 7i വരും. Z2 × Z3 നമ്മൾ ഈ ബ്രാക്കറ്റിലുള്ള Z2 × Z3 സിംപ്ലിഫൈ ചെയ്തു എക്സ്പാൻഡ് ചെയ്തപ്പോൾ -4 + 7i വരും. ഇനി നമ്മൾ Z1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. Z1 × Z2 Z3 = ആദ്യം Z1 എഴുതുന്നു. Z1 എന്ന് പറയുന്നത് 1 + i അല്ലേ, അത് എഴുതുന്നു. 1 + i ഇൻറ്റു ഇനി Z2 × Z3 എഴുതുന്നു. Z2 × Z3 നമുക്ക് ഇവിടെ കിട്ടി. Z2 × Z3 സിംപ്ലിഫൈ ചെയ്തപ്പോൾ -4 + 7i കിട്ടി. അത് എഴുതുന്നു. -4 + 7i. ഇതുപോലെ എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും 1 × -4 + 7i + i × -4 + 7i നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × -4 -4 1 × 7i + 7i + i × -4 -4i + i × +7i. അപ്പോൾ +7i സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -4 + 7i - 4i. 7i - 4i എന്ന് പറയുമ്പോൾ 3i + 3i വരും. ഈ +7 × -1 i സ്ക്വയർ എന്ന് വെച്ചാൽ -1 ആണ്. i സ്ക്വയർ വെച്ചാൽ -1 7 × -1 വരും. അത് നമുക്ക് -4 + 3i - 7 വരും. -4 - 7 വരുമ്പോൾ -11 വരും + 3i. ഇതാണ് ലെഫ്റ്റ് സൈഡിന്റെ ആൻസർ. Z1 × Z2 Z3 ആൻസർ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഇതുപോലെ റൈറ്റ് സൈഡ് ചെയ്യാം. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. റൈറ്റ് സൈഡ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ ഈ ബ്രാക്കറ്റിലുള്ള Z1 Z2 മൾട്ടിപ്ലൈ ചെയ്യുക. Z1 Z2 മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ Z1 Z2 മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്നത് 3 + i എന്ന് കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 + i വരും. ഇനി Z1 Z2 Z3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 3 + i യും Z3 എന്ന് പറഞ്ഞാൽ -3 + 2i അല്ലേ, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ആൻസർ തന്നെ കിട്ടും. -11 + 3i കിട്ടും. അത് നമുക്ക് എഴുതാം. Z1 × Z2 Z3 = Z1 Z2 × Z3 എന്ന് എഴുതാം. അസോസിയേറ്റീവ് ലോ, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പം കോംപ്ലക്സ് അഡീഷനും കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷനും കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ്. പിന്നെ അഡീഷൻ ഞാൻ പറയാത്ത 2 പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റിയും എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സും. അത് അഡീഷൻ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ അത് ഇമ്പോർട്ടൻ്റ്. മൾട്ടിപ്ലിക്കേഷൻ അത് പറയുന്നുണ്ട്. എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി, ഐഡന്റിറ്റിയും ഇൻവേഴ്സും. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏത് ഓപ്പറേഷൻ എടുത്താലും ഒരു Z എന്ന് പറഞ്ഞൊരു നമ്പർ എടുത്തു, പ്ലസ് ആണ് പ്ലസ്, ഒരു നമ്പർ കൊണ്ടും ആഡ് ചെയ്യുമ്പോൾ ആ Z തന്നെ കിട്ടണം. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ Z തന്നെ കിട്ടണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പറിനെ നമ്മൾ ഐഡന്റിറ്റി എന്ന് പറയുന്നത്.
അഡീഷന്റെ കേസിൽ 0 ആണ്, മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ 1 ആണ്. അപ്പൊ നമുക്കറിയാം for any complex number z equal to a plus ib there exists the complex number 1 is equal to 1 plus 0 എന്ന് എഴുതാം. 1നെ 1 plus 0 എന്ന് എഴുതാമല്ലോ. അപ്പം z equal to a plus ib ഏതൊരു കോംപ്ലക്സ് നമ്പർ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ നമുക്കുണ്ട്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ z into 1 മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം z തന്നെ കിട്ടും. തിരിച്ചും 1 into z എടുത്താലും രണ്ടും സെയിം ആണ്. നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു എലമെന്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആ എലമെന്റ് മാറരുത്. അഡീഷന്റെ കേസിലാണ് 0 വെച്ച് ചെയ്താലേ മാറാതിരിക്കുള്ളൂ. 0 ഒരു ഫിക്സഡ് കോംപ്ലക്സ് നമ്പറാണ്. ഇസഡും 0യും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇസഡ് എന്ന് പറയും, ഇസഡ് തന്നെ കിട്ടും. അപ്പോൾ 0 എന്ന് പറയുന്നത് അഡീഷന്റെ കേസിലെ ഐഡന്റിറ്റി. അഡീഷന്റെ ഐഡന്റിറ്റി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. മൾട്ടിപ്ലിക്കേഷന്റെ കേസിലെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാറരുത്. അപ്പോൾ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് മാറാതിരിക്കുന്നത്. അപ്പോൾ 1 ആണ് മൾട്ടിപ്ലിക്കേഷന്റെ കേസിലെ ഐഡന്റിറ്റി. The complex number 1 is called identity element in complex multiplication. ഇതുപോലെ തന്നെ ഇൻവേഴ്സ് ഉണ്ട്. ഇൻവേഴ്സ് ഇത് ഐഡന്റിറ്റി. ഇനി ഇൻവേഴ്സ് ഉണ്ട്. ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ അല്ലാതെ തന്നെ ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് ഇൻവേഴ്സ് എന്താണെന്ന്. ഒരു കോംപ്ലക്സ് നമ്പർ ഇസഡ് തന്നാൽ അതിന്റെ ഇസഡിന്റെ ഇൻവേഴ്സിൽ നമ്മൾ ഇസഡ് റേസ് ടു -1 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് ശരിക്കും 1/z ആണ്. 1/z ആണ്. ഈ ഇസഡും 1/z കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി ആയ 1 കിട്ടണം. 1 കിട്ടണം. അപ്പോൾ ഒരു എലമെന്റും അതിന്റെ ഇൻവേഴ്സും കൂടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഐഡന്റിറ്റി കിട്ടണം. അതാ ഇൻവേഴ്സിന്റെ ലോ. അപ്പൊ അഡീഷന്റെ കേസിലാണ് ഇസഡും അതിന്റെ ഇൻവേഴ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടണം. അതായത് -z എടുത്താൽ മതി. അഡീഷന്റെ കേസിലെ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ നെഗറ്റീവ് ഇസഡാണ്. പക്ഷെ മൾട്ടിപ്ലിക്കേഷന്റെ കേസിലെ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ 1/z ആണ്. ഡിവിഷൻ നമ്മൾ പഠിച്ചില്ല, ഡിവിഷൻ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ z equal to a plus ib അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇനി ഇൻവേഴ്സ് എഴുതുന്നത് എങ്ങനെയാണ്? z ഇൻവേഴ്സ് എന്ന് പറയുന്നത് a/a² + b² മൈനസ് i into b/a² + b² ആണ് ഇതിന്റെ ഇൻവേഴ്സ്. അത് നമുക്കല്ലാതെ ഡിവിഷൻ പഠിക്കുമ്പോൾ അല്ലാതെ തന്നെ പഠിക്കാം. ഇപ്പൊ ഏതൊരു കോംപ്ലക്സ് നമ്പർ z equal to a plus ib എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഒരു നമ്പർ ഉണ്ട്, ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. a/a² + b² മൈനസ് ib/a² + b² എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. ഇതാണ് അതിന്റെ ഇൻവേഴ്സ്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ a plus ib-യും ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് 1 കിട്ടത്തുള്ളൂ. 1 കിട്ടുള്ളൂ. അപ്പം നമ്മൾ 1/z ആണ് ഇൻവേഴ്സ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/z ആണ്. z raised to -1 z ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/z ആണ്. ഇൻവേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇപ്പം നമ്മൾ 4 പ്രോപ്പർട്ടി പഠിച്ചു. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, ഐഡന്റിറ്റി എലമെന്റ് 1, ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ z ഇൻവേഴ്സ് 1/z. ഇസഡിന്റെ ഇൻവേഴ്സ് 1/z ആണ്. 1/z കണ്ടുപിടിക്കുന്നതിന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി ഒരു പ്രോപ്പർട്ടി കൂടെ മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. അതായത് z1 ഇൻറ്റു ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വേണേൽ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും വേണേ. z1 ഇൻറ്റു z2 പ്ലസ് z3 നിങ്ങൾക്കറിയാം, വെറുതെ എക്സ്പാൻഡ് ചെയ്താൽ മതി. നമ്മൾ എപ്പോഴും ചെയ്യുന്ന z1 ഇൻറ്റു z2 പ്ലസ് z1 ഇൻറ്റു z3. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. പേരറിയത്തില്ലെന്നേ നിങ്ങൾക്കറിയാം ഈ പ്രോപ്പർട്ടി. z1 ഇൻറ്റു z2 പ്ലസ് z3 എന്ന് പറയുന്നത് z1 z2 പ്ലസ് z1 z3. അതുപോലെ വേറെ രീതിയിലുള്ള z1 പ്ലസ് z2 ഇൻറ്റു z3 ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്താൽ മതി. z1 z3 പ്ലസ് z2 z3 വെറുതെ എക്സ്പാൻഡ് ചെയ്താൽ മതി. ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, ഐഡന്റിറ്റി, ഇൻവേഴ്സ്, പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. പിന്നെ നിങ്ങൾ നേരത്തെ പഠിച്ച 3-4 ഐഡന്റിറ്റീസ് ഉണ്ട്. ഐഡന്റിറ്റീസ് അതും കൂടെ ഓർത്തിരിക്കണം. അതായത് a plus b whole square, a b മാറ്റിയിട്ട് നമുക്ക് z1 z2 ആക്കാം. z1 plus z2 whole square അറിയാമല്ലോ. a square z1 square plus 2ab 2 into z1 into z2 plus b square എന്ന് പറഞ്ഞാൽ z2 square. നിങ്ങൾക്ക് അറിയാവുന്ന ഐഡന്റിറ്റി a plus b whole square, a square plus 2ab plus b square. ഈ z1 z2 പറയണമെന്നില്ല, a b വെച്ച് പറഞ്ഞാലും മതി. a plus b അതായിരിക്കും നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പം. z1 z2 വെച്ച് പറയുന്നതിന് നല്ലത് a plus b whole square വെച്ച് പറയുന്നതിന് നല്ലത്. അല്ലെങ്കിൽ നടക്കട്ടെ. ഇനി z1 മൈനസ് z2 ഹോൾ സ്ക്വയർ വരുമ്പോഴത്തേക്കും നടുക്ക് മൈനസ് ഇട്ടാൽ മതി. z1 സ്ക്വയർ മൈനസ് 2z1 z2 പ്ലസ് z2 സ്ക്വയർ. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇനി ക്യൂബും കൂടെ ഉണ്ട്. z1 മൈനസ് z2 ഹോൾ ക്യൂബ്. ഹോൾ ക്യൂബ് ഓർക്കുന്നുണ്ടോ?
എ ക്യൂബ് എന്ന് പറയുമ്പോൾ z1 ക്യൂബ് പ്ലസ് പ്ലസ് വരുമ്പോൾ എല്ലാം പ്ലസ് വരുന്നത് എ ക്യൂബ് പ്ലസ് 3a² b ആണ് 3a² z1 സ്ക്വയർ ഇൻറ്റു ബി വരുമ്പോൾ z2 പ്ലസ് 3ab² 3a എന്ന് പറയുമ്പോൾ z1 b² എന്ന് പറയുമ്പോഴത്തേക്കും z2 സ്ക്വയർ പ്ലസ് b ക്യൂബ് എന്ന് പറയുമ്പോൾ z2ന്റെ ക്യൂബ്. ഇനി z1 മൈനസ് z2 ഹോൾ ക്യൂബ് ഉണ്ട്. ചെറിയ വ്യത്യാസമുള്ളൂ, ഓൾട്ടർനേറ്റ് പ്ലസും മൈനസും. ആദ്യത്തേത് z1 ക്യൂബ് തന്നെ, അടുത്ത മൈനസ് എഴുതണമെന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. z1 സ്ക്വയർ z2, ഇനി അടുത്ത പ്ലസ് 3z1 z2 സ്ക്വയർ, അടുത്ത മൈനസ് z2 ക്യൂബ്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, a സ്ക്വയർ മൈനസ് b സ്ക്വയർ, അതായത് z1 സ്ക്വയർ മൈനസ് z2 സ്ക്വയർ. a സ്ക്വയർ മൈനസ് b സ്ക്വയർ അറിയാലോ, a മൈനസ് b ഇൻറ്റു a പ്ലസ് b. z1 മൈനസ് z2 ഇൻറ്റു z1 പ്ലസ് z2. ഇതൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ച ഇക്വേഷൻസ് ആണ്, നിങ്ങൾ നേരത്തെ പഠിച്ച ഐഡന്റിറ്റീസ് ആയത്. ഇതൊക്കെ ഒന്നുകൂടി എഴുതി തന്നതേ ഉള്ളൂ. നമ്മൾ എയും ബിയും മാറ്റി z1 z2 ആക്കിയതേ ഉള്ളൂ. z1 മൈനസ് പ്ലസ് z2 ഹോൾ സ്ക്വയർ, z1 മൈനസ് z2 ഹോൾ സ്ക്വയർ, പിന്നെ ക്യൂബ്, പിന്നെ z1 സ്ക്വയർ മൈനസ് z2 സ്ക്വയർ, a സ്ക്വയർ മൈനസ് b സ്ക്വയർ. ഇത്ര ഐഡന്റിറ്റീസ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ ആയിട്ട് പഠിക്കുന്നതാണ്. അത് ഒന്നുകൂടി ഒന്ന് എഴുതി തന്നേ ഉള്ളൂ. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് a+ib ഫോമിൽ എഴുതാനായിട്ട് കുറെ ക്വസ്റ്റ്യൻസ് സിംപ്ലിഫൈ ചെയ്ത് a+ib ഫോമിൽ എഴുതി ഇതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും തിരിച്ചെഴുതും. അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 5i ഇൻറ്റു മൈനസ് 3/5i മൈനസ് 3/5i. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് a+ib ഫോമിൽ എഴുതി റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും തിരിച്ചെഴുതണം. ഇത് വെറുതെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം നമ്മൾ ചുമ്മാ എഴുതിയാൽ മതി 5i ഇൻറ്റു മൈനസ് 3/5i. കണ്ടോ, വെറുതെ എഴുതിയാൽ മതി. ഫുള്ള് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ വെട്ടിക്കളയാം, 5 വെട്ടിപ്പോളൂ. അപ്പോൾ നമുക്ക് -3 മാത്രമേ ഉള്ളൂ. പിന്നെ i ഇൻറ്റു i സ്ക്വയർ, -3 ഉണ്ട്, ഒരു ഐയുടെ സ്ക്വയർ ഉണ്ട്. ഐയുടെ സ്ക്വയർ അറിയാമല്ലോ, i സ്ക്വയർ -1 ആണെന്ന് അറിയാമല്ലോ. അപ്പം -3 ഇൻറ്റു -1 -3 ഇൻറ്റു -1 എന്ന് വെച്ചാൽ +3 വരും. ഇതിന് a+ib ഫോമിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അങ്ങനെ എഴുതാം. a+ib ഫോമിൽ എഴുതുമ്പോൾ 3 മാത്രമേ ഉള്ളൂ, i ഇല്ല. അപ്പം i ഇല്ലാത്തപ്പോൾ 3 + i ഇൻറ്റു 0 എഴുതാം. a+ib ഫോമിലോട്ട് വന്നില്ലേ, 3 + i ഇൻറ്റു 0. അപ്പോൾ റിയൽ പാർട്ട് എത്രയാ? റിയൽ പാർട്ട് നോക്കുക 3ഉം ഇമാജിനറി പാർട്ട് 0ഉം. റിയൽ പാർട്ട് ഓഫ് z എന്ന് പറഞ്ഞാൽ 3 വരും, ഇമാജിനറി പാർട്ട് ഓഫ് z എന്ന് പറഞ്ഞാൽ 0 വരും. ഇങ്ങനെ എഴുതാൻ പറഞ്ഞാൽ തിരിച്ചെഴുതുക, എഴുതിയില്ലെങ്കിലും എഴുതാൻ പറഞ്ഞാൽ തിരിച്ചെഴുതണം. ഇനി എഴുതാൻ പറയാനിട്ട് തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല. a+ib ഫോമിലേക്ക് ആക്കുക നിങ്ങൾ. ഇനി അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ, i⁻9 + i⁻90. i⁻9 + i⁻90. ഐയുടെ പവർ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ എണ്ണം ചെയ്തല്ലേ, i⁻9ഉം i⁻9 മൈനസ് i⁻90ഉം. i⁻9 ഓർക്കുന്നുണ്ടോ? 9നെ 4ന്റെ മൾട്ടിപ്പിളിന്റെ അടുത്ത് 4ന്റെ മൾട്ടിപ്പിൾ വെച്ച് എഴുതാം. അപ്പം 9ന് തൊട്ട് മുമ്പുള്ള 4ന്റെ മൾട്ടിപ്പിൾ അറിയാമല്ലോ, 8 + 1. 8ഉം 1ഉം കൂടെ കൂട്ടുമ്പോഴാണ് 9 കിട്ടുന്നത്. ഇനി അതിനെ രണ്ടാമത് a⁻m+n അല്ലേ, a⁻m ഇൻറ്റു a⁻n. i⁻8 ഇൻറ്റു i⁻1. i⁻8 എന്ന് പറയുമ്പോൾ അറിയാം, 8 എന്ന് പറയുമ്പോൾ 4 × 2 അല്ലേ, 4 × 2 ആണ് 8. അപ്പോൾ നമുക്ക് i⁻8ന്റെ വാല്യൂ 1 കൊടുക്കാം. 4ന്റെ മൾട്ടിപ്പിൾ വന്നാൽ 1 കൊടുക്കാന്ന് പറഞ്ഞത്. i⁻8ന് 1 എന്ന് കൊടുക്കാം, ഇൻറ്റു i⁻1 i തന്നെ. അപ്പം i വരും. ഇനി a+ib ഫോമിലേക്ക് a+ib ഫോമിലേക്ക് ഇതിനെ മാറ്റണം. ഇവിടെ i ആവുള്ളൂ, ഐയുടെ ഭാഗമേ ഉള്ളൂ, റിയൽ പാർട്ട് ഇല്ല. റിയൽ പാർട്ട് ഇല്ലാത്തപ്പോൾ നമ്മൾ 0 + 1i ഉണ്ട്. i എന്ന് വെച്ചാൽ 1i ആണല്ലോ. a+ib ഫോമിൽ എഴുതാം. i ഇല്ലാത്താണെങ്കിൽ i ഉള്ളിടത്ത് 0 എഴുതുക. ഇനി i ഉള്ളതാണ് കിട്ടിയിരിക്കുന്നെങ്കിൽ i ഇല്ലാത്ത ഭാഗം 0 എഴുതുക. എന്താണെങ്കിലും 2 എഴുതണം. ഒരെണ്ണം 0 ഇല്ലാത്ത വന്നതിൽ ഒരെണ്ണം 0 ഇട്ടാൽ മതി. ഇവിടെ i മാത്രമേ ഉള്ളൂ, അപ്പോൾ i വരാത്ത ഭാഗം 0 എഴുതുക. 0 a+ib നില ഭാഗം 0. i എന്ന് പറഞ്ഞാൽ 1 × i ആണ്. റിയൽ പാർട്ട്, റിയൽ എന്ന് പറയുന്നത് റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ 0ഉം ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ 1ഉം വരും. 0ഉം 1ഉം റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും തിരിച്ചെഴുതാൻ പറഞ്ഞാൽ അങ്ങനെ. തീർന്നു, സോറി
ഇവിടെ വരെയല്ലേ നമ്മൾ ചെയ്തുള്ളൂ. നമുക്കിനി i⁻⁹ കൂടെ ചെയ്യാനില്ല. i⁻⁹ ആണ് നമ്മളിപ്പോൾ ചെയ്ത i വന്നത്. ഈ i⁻⁹ കൂടെ ചെയ്യണം. i⁻⁹ എന്ന് പറഞ്ഞാൽ i⁻⁹ മുമ്പുള്ള 4ന്റെ മൾട്ടിപ്പിൾ 16 + 3 അല്ലേ. i⁻⁴ + 3 i⁻16 ഇൻറ്റു i⁻3 എന്ന് എഴുതാം. i⁻16 1 വരും. i³ വാല്യൂ കാണാൻ പഠിക്കണം ഞാൻ പറഞ്ഞായിരുന്നു. -i ആ. അപ്പോൾ 1 ഇൻറ്റു -i എന്ന് വെച്ചാൽ -i വരും. ഇനി ഇത് ഒരുമിച്ച് എഴുതാം. i⁻9 + i⁻19 i⁻9i കിട്ടി പ്ലസ് i⁻19 -i വന്നു. i + -i എന്ന് പറയുമ്പോൾ 0 വരും. 0യെ നമുക്ക് 0 + 0i എന്ന് എഴുതാം. രണ്ടും 0. റിയലും 0 ആണ്, ഇമാജിനറിയും 0 ആണ്. അപ്പോൾ റിയൽ പാർട്ട് എന്ന് പറയുന്നത് 0 വരും, ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് 0 വരും. അങ്ങനെ എഴുതണം. ക്ലിയർ ആയില്ലേ? അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ i⁻39 അത് മാത്രമേ ഉള്ളൂ. i⁻39 മാത്രമേ ഉള്ളൂ. അപ്പൊ മൈനസ് വരുമ്പോൾ ഞാൻ പറയായിരുന്നു പുറയിലോട്ടുള്ളതല്ല മുമ്പിലോട്ടുള്ള എടുക്കണം. -39 കഴിഞ്ഞിട്ടുള്ളത് 39ന് ശേഷമുള്ള എടുക്കണം. മൈനസ് വരുമ്പോൾ അതിന് ശേഷമുള്ള എടുക്കാം. പ്ലസ് ആകുമ്പോൾ പുറകിലോട്ട് എടുക്കാം. -39 കഴിഞ്ഞിട്ടുള്ളത് 40. അപ്പൊ -40. 39 കിട്ടണേ പ്ലസ് 1 ഇട്ടാൽ മതി. -40 പ്ലസ് 1 ഇടുമ്പോഴാണ് -39 കിട്ടുന്നത്. ഇനി ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. -40 ഇൻറ്റു i⁻1. മൈനസ് വന്നാലും പ്ലസ് വന്നാലും 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു i നമുക്ക് i എന്ന് കിട്ടി. 1i കിട്ടി. ഇനി അതിനെ റിയലും കൂടെ ഇവിടെ റിയൽ ഇല്ല, ഇമാജിനറി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റിയൽ 0 ഇടുക. 0 + 1i. അപ്പോൾ റിയൽ പാർട്ട് 0യും ഇമാജിനറി പാർട്ട് 1ഉം. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ 3 ഇൻറ്റു 7 + i7 പ്ലസ് i ഇൻറ്റു 7 + i ഇൻറ്റു 7. ഇത് സിംപ്ലിഫൈ ചെയ്ത് a+ib ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ പോലെ ബ്രാക്കറ്റ് ഒക്കെ എക്സ്പാൻഡ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുക. 3 വെച്ച് ഇതിനെ 2നെ മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് i വെച്ച് ഇതിനെ 2നെ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. 3 വെച്ച് ഇതിനെ 2നെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇൻറ്റു അല്ലേ, അപ്പം ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു 7 എന്ന് വെച്ചാൽ 21. 3 ഇൻറ്റു i ഇൻറ്റു 7. അപ്പം i നമുക്ക് i ഇൻറ്റു ഇപ്പം 3യും 7ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 21 വരും. 21 ഇൻറ്റു i 21 ഇൻറ്റു i വരും. ഇനി അത് തീർന്നു. 3 വെച്ച് ഇതിനെ 2നെ മൾട്ടിപ്ലൈ 3യും 7ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 21. 3യും i ഇൻറ്റു 7ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 21i വരും. ഇനി i വെച്ച് ഇതിനെ 2നെ മൾട്ടിപ്ലൈ ചെയ്യാം. i ഇൻറ്റു 7 പ്ലസ് 7i വരും. i ഇൻറ്റു 7 i ഇൻറ്റു 7 വരുമ്പോൾ i² ഇൻറ്റു 7. അപ്പോൾ നമുക്ക് 7 ഇൻറ്റു i² എന്ന് i² ആദ്യം എഴുതിയാലും രണ്ടാമത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു 21iയും 7iയും കൂടെ ആഡ് ചെയ്യണം. 21i പ്ലസ് 7i. 21iയും 7iയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 28i വരും. 28i പ്ലസ് 7 ഇൻറ്റു i² എന്ന് വെച്ചാൽ -1 ആണ്. i². That is 21 plus 28i minus 7 വരും. 21 minus 7 ഒരുമിച്ച് എഴുതാം. 21 minus 7 എന്ന് പറയുമ്പോൾ 14 plus 28i വരും. കണ്ടോ? a+ib. റിയൽ പാർട്ട് 14ഉം ഇമാജിനറി പാർട്ട് 28ഉം. ചുമ്മാ സിംപ്ലിഫൈ ചെയ്താൽ മതി. നിങ്ങൾ പഠിച്ച സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഇവിടെ. വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് 1/5 plus i into 2/5 minus 4 minus and 4 plus i into 5/2. 4 plus i into 5/2. ഇത് സിംപ്ലിഫൈ ചെയ്ത് a+ib ഫോമിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റുകൾ മാറ്റുക. ഇവിടെ ഇപ്പോൾ ഒന്നും പറഞ്ഞു വെറുതെ ഒരു ബ്രാക്കറ്റ് ഉള്ളൂ. ബ്രാക്കറ്റ് വെറുതെ ഒന്ന് കളഞ്ഞേക്കാം. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. 1/5 പ്ലസ് i ഇൻറ്റു 2/5 അതൊന്നും ചെയ്യാനില്ല. പക്ഷെ ഇവിടെ നോക്കുക, മൈനസിന് ശേഷമാണ്. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് കഴിഞ്ഞ ബ്രാക്കറ്റ്. ഈ മൈനസ് വെച്ച് ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അത് ശ്രദ്ധിച്ചോണം. മൈനസ് ഇൻറ്റു 4 -4. മൈനസ് ഇൻറ്റു പ്ലസ് വരുമ്പോൾ -i ഇൻറ്റു 5/2. അതൊന്നും ശ്രദ്ധിച്ചാൽ മതി. മൈനസിന് ശേഷമുള്ള ബ്രാക്കറ്റ് മാറ്റുമ്പോൾ സൈൻ നേരെ ഓപ്പോസിറ്റ് ആവും. അത് ശ്രദ്ധിച്ചോണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി റിയൽ രണ്ടും ഒരുമിച്ച് എഴുതാൻ പോകണം. 1/5 ഉണ്ട്, -4 ഉണ്ട്. അത് ഒരുമിച്ച് എഴുതി. ഇമാജിനറി രണ്ടും കൂടെ ഒരുമിച്ച് എഴുതി. പ്ലസ് i ഇൻറ്റു 2/5 ഉണ്ട്, -i ഇൻറ്റു 5/2 ഉണ്ട്.
ദാറ്റ് ഈസ് ഇതിനെ വേണേൽ 1/5 മൈനസ് 4/1 എന്ന് എഴുതാം. പ്ലസ് ഐ കോമൺ ആയിട്ട് എടുത്ത് 2/5 മൈനസ് 5/2 എന്ന് എഴുതാം. ഇത് എൽസിയം എടുത്ത് സിംപ്ലിഫൈ ചെയ്യാം. താഴെ 5 × 1 5 വരും. മേളില് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 1 1, 5 × 4 മൈനസ് 20 വരും. 1 മൈനസ് 20 പ്ലസ് ഐ ഇൻറ്റു ഇവിടെ അതുപോലെ ചെയ്യുക. 5 × 2 10 വരും. 2 × 2 4 മൈനസ് 5 × 5 25. That is equal to 1 minus 20. 1 minus 20 എന്ന് പറയുമ്പോൾ മൈനസ് 19/5 വരും. പ്ലസ് ഐ ഇൻറ്റു 4 മൈനസ് 25 മൈനസ് 21/10. കണ്ടോ? അപ്പോൾ റിയൽ പാർട്ട് എന്ന് പറയുന്നത് മൈനസ് 19/5ഉം ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ മൈനസ് 21/10ഉം. ഐയുടെ കൂടെ വരുന്ന നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉൾപ്പെടെ എടുക്കണം. റിയൽ പാർട്ട് മൈനസ് 19/5, ഇമാജിനറി പാർട്ട് മൈനസ് 21/10. ക്ലിയർ ആയല്ലോ? അതുപോലെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. One minus I raised to 4. 1 minus I whole raised to 4. Whole raised to 4 ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ല, പക്ഷേ അത് whole raised to 4 ചെയ്യാൻ എളുപ്പമാണ്. സ്ക്വയർ ആക്കിയാൽ പോരെ. 1 minus I whole square into 1 minus I whole square എന്നാക്കിയാൽ പോരെ. രണ്ട് സ്കോർ കിട്ടാൻ മതി. 1 minus I whole square into 1 minus I whole square. ഓരോന്നും സ്കോർ ചെയ്യുക. A minus B whole square. A minus B whole square A square minus 2AB plus B square അല്ലേ? അത് വെച്ച് ചെയ്യുന്നു. A square എന്ന് പറയുമ്പോൾ 1ന്റെ സ്കോർ 1 square മൈനസ് 2AB എന്ന് പറയുമ്പോൾ 2 × 1 × I വരും 2AB പ്ലസ് B square എന്ന് പറയുമ്പോൾ I square വരും. ഇതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് അത് തന്നെയല്ലേ? അപ്പോൾ അതിൻ്റെ ഒന്നുകൂടെ എഴുതിയാൽ 1 square മൈനസ് 2 × 1 × I പ്ലസ് I square. ഇത്രയേ ഉള്ളൂ. ഇത് that is equal to 1 square എന്ന് വെച്ചാൽ 1 മൈനസ് 2 × 1 × I എന്ന് പറഞ്ഞാൽ 2I മൈനസ് 2I പ്ലസ് I square എന്ന് വെച്ചാൽ മൈനസ് 1. അത് തന്നെ അടുത്തത് വരും 1 മൈനസ് 2I മൈനസ് 1. ഈ 1ഉം മൈനസ് 1ഉം വെട്ടിപ്പൊക്കോളും, ഈ 1ഉം മൈനസ് 1ഉം വെട്ടിപ്പൊക്കോളും. അപ്പം പിന്നെ മിച്ചമുള്ളത് ഇവിടെ ആദ്യം ഒരു മൈനസ് 2I ഉണ്ട് ഇൻറ്റു അടുത്തത് ഒരു മൈനസ് 2I ഉണ്ട്. അത്രയേ ഉള്ളൂ. മൈനസ് 2I ഇൻറ്റു മൈനസ് 2I മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. 2 × 2 4 വരും. I ഇൻറ്റു I സ്ക്വയർ വരും. I സ്ക്വയർ എന്ന് വെച്ചാൽ മൈനസ് 1 ആണല്ലോ. 4 × മൈനസ് 1 വരും. മൈനസ് 4 വരും. ഇമാജിനറി ഇല്ലല്ലോ. അപ്പം നമ്മൾ മൈനസ് 4 പ്ലസ് 0I വരും. റിയൽ പാർട്ട് മൈനസ് 4, ഇമാജിനറി പാർട്ട് 0. അപ്പോൾ 4 വന്നാൽ സ്ക്വയർ ഇൻറ്റു സ്ക്വയർ എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ മൈനസ് 2 മൈനസ് 1/3I ഹോൾ ക്യൂബ്. മൈനസ് 3 മൈനസ് 1/3I ഹോൾ ക്യൂബ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. 2 മൈനസ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാം. അപ്പം നിങ്ങൾ ആ ഇക്വേഷൻ ഒന്ന് എഴുതിക്കോണേ. Z1 മൈനസ് Z2 അല്ലെ A മൈനസ് B എന്ന് എഴുതിയാലും മതി. ഞാൻ ഇവിടെ നിങ്ങളുടെ ഇതിൻ്റെ അകത്ത് Z1 Z2 വെച്ച് A മൈനസ് B എഴുതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. A മൈനസ് B ഹോൾ ക്യൂബ് എന്ന് വെച്ചാൽ A ക്യൂബ് മൈനസ് 3A² B പ്ലസ് 3AB² മൈനസ് B ക്യൂബാ അല്ലേ? അപ്പൊ ഇവിടെ എയും ബിയും എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളാം. A മൈനസ് B എന്നല്ലേ? A എന്ന് പറഞ്ഞാൽ മൈനസ് 2, B എന്ന് പറഞ്ഞാൽ മൈനസ് കഴിഞ്ഞിട്ടുള്ള A എന്ന് പറഞ്ഞാൽ മൈനസ് 2. എയുടെ സ്ഥാനത്ത് മൈനസ് 2 ആ. മൈനസ് കഴിഞ്ഞിട്ടുള്ളത് B. അത് ശ്രദ്ധിച്ചോളാം. ചിലർ ആ ബിക്ക് കൂടെ അങ്ങ് മൈനസ് എടുക്കും, അത് തെറ്റിപ്പോവേ. A എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന മൈനസ് 2 മൈനസ് അത് കഴിഞ്ഞിട്ടാ B എന്ന് പറഞ്ഞാൽ 1/3I ഉള്ളൂ, മൈനസ് ഇല്ല. അതൊന്ന് ശ്രദ്ധിച്ചോളാം. ഈ മൈനസ് എടുത്തിട്ടില്ല. A മൈനസ് B. അപ്പൊ A ആണ് മൈനസ് 2 മൈനസ് B ആണ് ബാക്കി വരുന്നത്. മൈനസ് കഴിഞ്ഞിട്ട് വരുന്ന B. അപ്പൊ അത് എഴുതുമ്പോൾ തെറ്റിച്ച് കളയരുത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് മൈനസ് 2 മൈനസ് 1/3I ഹോൾ ക്യൂബ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ A ക്യൂബ് എന്ന് പറഞ്ഞാൽ മൈനസ് 2ന്റെ ക്യൂബ് മൈനസ് അടുത്തൊരു ബ്രാക്കറ്റിൽ ഇട്ടേക്കാവേ ഒരു ടേം ഫുള്ളല്ലേ 3 × A സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 2 സ്ക്വയർ ഇൻറ്റു B എന്ന് പറയുന്നത് 1/3I. ഇതാണ് സെക്കൻഡ് ടേം. 3A² B ആയി എഴുതിയത്. ഇനി പ്ലസ് അടുത്ത വലിയ ടേം ആയതുകൊണ്ട് ബ്രാക്കറ്റ് 3 × A എന്ന് പറയുന്നത് മൈനസ് 2
ഇൻറ്റു ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/3 ഐയുടെ സ്ക്വയർ ഇത്രയും വരും പ്ലസ് 3ab സ്ക്വയർ ഇനി മൈനസ് ബി ക്യൂബ് എന്ന് പറയുമ്പോൾ 1/3 ഐയുടെ ക്യൂബ് വരും. അപ്പൊ ഇത് ശ്രദ്ധിച്ചോണേ, അത് തെറ്റിച്ച് കളയരുത്. a -2 -2 ക്യൂബ് a ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ മൈനസ് ബി ക്യൂബ് തെറ്റിച്ച് കളയാതെ എഴുതണേ. ദാറ്റ് ഈസ് ഈക്വൽ ടു -2 ന്റെ ക്യൂബ് -2 ഇൻറ്റു -2 ഇൻറ്റു -2 -8 മൈനസ് 3 ഇൻറ്റു -2 ന്റെ സ്ക്വയർ -2 ഇൻറ്റു -2 വരും 4 ആണ്. ഇനി ഇൻറ്റു 1/3 ഐ അതാണ് ആദ്യത്തെ പ്ലസ് അടുത്ത 3 ഇൻറ്റു -2 അതങ്ങനെ തന്നെ ഇട്ടേക്കാം. 3 ഇൻറ്റു മൈനസ് മുകളിലിട്ടു -2 ഇൻറ്റു 1/3 ഐ സ്ക്വയർ ഉണ്ട്. 1ന്റെ സ്ക്വയർ 1 ഓരോന്നിനും സ്ക്വയർ ഇടണം. 1ന്റെ സ്ക്വയർ 1 3യുടെ സ്ക്വയർ 9 ഐയുടെ സ്ക്വയർ ഐ സ്ക്വയർ തൽക്കാലം എഴുതാം. ഇനി മൈനസ് 1/3 ക്യൂബാ ഓരോന്നിനും ക്യൂബ് എടുക്കണം. 1ന്റേത് 1 3യുടെ ക്യൂബ് 3 ഇൻറ്റു 3 ഇൻറ്റു 3 27 വരും. ഐയുടെ ക്യൂബ് ഐ ക്യൂബ് ഇത്രയും വരും. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു -8 3യും 3യും വെട്ടിപ്പോളും 4i ഉള്ളൂ -4i മാത്രമേ അവിടെ വരുന്നുള്ളൂ. അടുത്തത് നോക്കുക 3യും 9ഉം കൂടെ വെട്ടി ഇവിടെ 3 വരും. പ്ലസ് ആണ് ഇവിടെ മൈനസ് ഉണ്ട് അപ്പൊ മൈനസ് വരും 2/3 വരും. 2/3 ഇൻറ്റു ഐയുടെ സ്ക്വയർ ഐയുടെ സ്ക്വയർ -1 ആണ്. ഐയുടെ സ്ക്വയർ -1 മൈനസ് 1/27 ഇൻറ്റു ഐയുടെ ക്യൂബ് എന്ന് വെച്ചാൽ -i അത് ഓർത്തിരിക്കണം. ഐയുടെ ക്യൂബ് -i. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു -8 -4i മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും പ്ലസ് 2/3 വരും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും i/27 വരും. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇനി ഐ ഒരുമിച്ച് എഴുതുന്നു, റിയൽ ഒരുമിച്ച് എഴുതും. -8ഉം പ്ലസ് 2/3ഉം വരും. ഇമാജിനറി ഒരുമിച്ച് എഴുതും. പോസിറ്റീവ് നമുക്ക് ആദ്യം എഴുതാം. i/27ഉം -4iയും വരും. ഇത് രണ്ടും ഒരുമിച്ച് ഞാൻ പ്ലസ് ആദ്യം എഴുതിയേ ഉള്ളൂ. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് -8/1 പ്ലസ് 2/3 പ്ലസ് ഐ കോമൺ ആയിട്ട് എടുത്താൽ 1/27 -4 എന്ന് വരും. ഈ എൽസിയം എടുക്കുന്നു. താഴെ 3 വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. -8 ഇൻറ്റു 3 -24 പ്ലസ് 2 പ്ലസ് ഐ ഇൻറ്റു 27 ഇവിടെ 27 എടുത്തു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു 1 -27 ഇൻറ്റു 4 27 ഇൻറ്റു 4 എത്രയാണ്? 27 ഇൻറ്റു 4 108 വരും. 108 ദാറ്റ് ഈസ് ഈക്വൽ ടു -24 പ്ലസ് 2 -22/3 വരും പ്ലസ് ഐ ഇൻറ്റു 1 -108 -107/27 വരും. കണ്ടോ? അപ്പോൾ റിയൽ പാർട്ട് -22/3 ഇമാജിനറി പാർട്ട് -107/27. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ചുമ്മാ നിങ്ങൾ വെറുതെ സിംപ്ലിഫൈ ചെയ്താൽ മതി. നിങ്ങൾ പഠിച്ച സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് ചെയ്യുക. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? വളരെ എളുപ്പമാണ്. ഇനി ഇതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ്റെ കൂടുതൽ പ്രോബ്ലം നമ്മൾ ചെയ്തില്ല. മൾട്ടിപ്ലിക്കേഷനിൻ്റെ ഡിവിഷനും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അതിൻ്റെ ഡിവിഷനും അതിൻ്റെ പ്രോബ്ലംസും പിന്നെ മൾട്ടിപ്ലിക്കേഷൻ്റെ ബാക്കി പ്രോബ്ലംസ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇതിപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇന്നത്തെ ക്ലാസ് കൊണ്ട് പോകുന്നു. താങ്ക് യു.